شكوت إلى وكيع سوء حفظي فأرشدني إلى ترك المعاصي وأخبرني بأن العلم نور ونور الله لا يهدى لعاصي. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഉക്കാസ് എഡ്യൂക്കേഷൻ അക്കാഡമിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിന്ന് ജുബ്രാൻ ഖലീൽ ജുബ്രാൻ്റെ ഗ്രന്ഥങ്ങൾ കോഡിലൂടെ നമ്മൾ പഠിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ജുബ്രാൻ ഖലീൽ ജുബ്രാനെ കുറിച്ച് ഷോർട്ടായിട്ട് നമ്മൾ അറിഞ്ഞു വെക്കാം. 1883 അദ്ദേഹം ജനിക്കുന്നത്. ബഷരി എന്ന് പറയുന്ന ലബനാനിലെ വളരെ പ്രധാനപ്പെട്ട നാട്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത്. നോക്കൂ, 1883 ഉലിദ ജുബ്രാൻ ഖലീൽ ജുബ്രാൻ ഫി ബഷരി ലുബ്നാൻ. അദ്ദേഹം 1895 ഹാജറ മഅ ഉസ്റതിഹി ഇലാ ബോസ്റ്റണിലേക്ക്, അമേരിക്കയിലെ ബോസ്റ്റണിലേക്ക് അദ്ദേഹം ഹിജറ പോവുകയാണ്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സാഹിത്യ മേഖലയിലുള്ള കരിയർ ആരംഭിക്കുന്നത്. 1898 അദ്ദേഹം ലബനാനിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നുണ്ട് ലിദ്റാസ പഠനത്തിന് വേണ്ടിയിട്ട്. പിന്നെ വീണ്ടും 1992 ബോസ്റ്റണിലേക്ക് മടങ്ങുന്നുണ്ട്. ഈ ഡേറ്റുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ അദ്ദേഹം 1911 ന്യൂയോർക്കിലേക്ക് പോകുന്നത്. ആ ഡേറ്റ്, ന്യൂയോർക്കിലേക്ക് പോകുന്ന ഡേറ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. പിന്നീടാണ് അദ്ദേഹം ഗ്രന്ഥരചനകൾ കൂടുതൽ വ്യാപകമാക്കുന്നത്. 1905 അദ്ദേഹത്തിൻ്റെ ആദ്യ ഗ്രന്ഥം പുറത്തിറങ്ങുന്നതെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടുതലുള്ള രചനകൾ കൂടുതൽ ശക്തമാകുന്നത് ന്യൂയോർക്കിലേക്ക് പോയതിന് ശേഷമാണ്. പിന്നീട് 1931 ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ന്യൂയോർക്കിൽ അദ്ദേഹം വഫാത്താകുന്നുണ്ട്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രത്തിലെ ഷോർട്ടായിട്ടുള്ള ഒരു ഏരിയ. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ കൃത്യമായ ഓർഡറിൽ പഠിച്ചെടുക്കാൻ പോകുന്ന ഒരു കോഡാണ് പരിചയപ്പെടുന്നത്. മഅൽ മസ്വദ് ജമഅ ജുബ്രാനു സുംബുരിയാത്തിൽ ഹദീഖത്തി. അപ്പം അതിനു മുമ്പ് നമ്മൾ ആ വാക്കർത്ഥങ്ങൾ നമുക്ക് നോക്കാം. മഅ കൂടെ, അല്ലെങ്കിൽ കൊണ്ട് നമുക്ക് അർത്ഥം വെക്കാം അല്ലേ. മസദ് എന്ന് പറഞ്ഞാൽ ഈത്തപ്പന നാരുകൊണ്ടുള്ളൊരു കയറാണ്. ജമഅ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുക. ആരാ ഒരുമിച്ച് കൂട്ടുന്നത്? ജുബ്രാനാണ്. സുംബുരിയാത്ത് എന്ന് പറഞ്ഞാൽ അതൊരു തരം പൂക്കളാണ്. എവിടെ നിന്നാണ് ഒരുമിച്ച് കൂട്ടുന്നത്? തോട്ടത്തിൽ നിന്ന്. ഹദീഖത്ത് തോട്ടത്തിൽ നിന്നാണ്. അപ്പോൾ സുംബുരിയാത്ത് ഹദീഖത്തിൽ നിന്നും, തോട്ടത്തിലെ സുംബുരിയാത്തുകളെ ജിബ്രാൻ ഒരുമിച്ച് കൂട്ടി. എങ്ങനെ ഒരുമിച്ച് കൂട്ടുന്നത്? ഈത്തപ്പന നാര് കൊണ്ടുള്ള കയറുകൊണ്ട്. അപ്പോൾ ജിബ്രാൻ ഒരു ദിവസം തോട്ടത്തിൽ പോയി അവിടുത്തെ സുംബുരിയാത്തുകൾ പറിച്ചെടുത്തു. അത് ഈത്തപ്പന നാര് കൊണ്ട്, മസദ് കൊണ്ട് എന്ത് ചെയ്തു? കെട്ടിയിട്ട് ഒരുമിച്ച് കൂട്ടി. ഇതാണ് കോഡ്. ഇനി ഇതിലെ ഓരോ അക്ഷരങ്ങളെയും നമ്മൾ അതിൻ്റെ ഗ്രന്ഥങ്ങളാക്കിയിട്ട് നമ്മൾ മാറ്റുകയാണ്. അപ്പോൾ നമുക്കത് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ മഅ എന്ന് പറയുന്നതാണ് ആദ്യം എടുക്കുന്നത്. മഅയിലെ മീം അൽ മ്യൂസിക്കി എന്ന് പറയുന്നതിന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മഅൽ എന്ന് പറയുമ്പോൾ മഅ എന്നത് മീം മ്യൂസിക്കിയാണ്. 1905 പുറത്തിറങ്ങിയ മക്കാല തൊവീല ഉൾക്കൊള്ളുന്ന മ്യൂസിക്കി. അപ്പോൾ അതിനെന്താണ്? 1906 പുറത്തിറങ്ങിയ അറായിസുൽ മുറൂജാണ്. അപ്പോൾ മഅ മസദി ജമഅ ജുബ്രാൻ സുംബുരിയാത്തിൽ ഹദീഖത്തി എന്ന് പറയുമ്പോൾ മഅ എന്ന് പറഞ്ഞാൽ മീം എന്താണ്? മ്യൂസിക്കി ആണെന്നും ഐൻ എന്താണ്? അറായിസുൽ മുറൂജാണെന്നും മനസ്സിലാക്കി വെക്കുക. കൃത്യമായ ഓർഡർ കറക്റ്റാണ്. 1905 മ്യൂസിക്കി, 1906 അറായിസുൽ മുറൂജ്. ക്ലിയർ ആണോ? എന്താണ് അതിൽ ഉൾക്കൊള്ളുന്നത് എന്ന് മനസ്സിലാക്കണം. മ്യൂസിക്കിയിൽ മക്കാല തൊവീലാണ്, അറായിസുൽ മുറൂജിൽ മജ്മുഅത്തുൽ ഖസസ് കഥകളുടെ കൂട്ടമാണ്, കഥകളാണ് അറായിസുൽ മുറൂജിൽ ഉൾക്കൊള്ളുന്നത്. ഇനി അൽ മസദാണ്. മസദ് മീം എടുക്കാം അല്ലേ. അൽ അർവാഹുൽ മുത്തമരിദ്, അൽ മുത്തമരിദ് മീം മുത്തമരിദ് അല്ലേ. അപ്പോൾ മസദ് എന്ന് ഓർമ്മ വരുമ്പോൾ മീം, അൽ മുത്തമരിദ് ഓർമ്മ വേണം. അർവാഹുൽ മുത്തമരിദാണ് മനസ്സിലാക്കി വരണം. 1908 പുറത്തിറങ്ങിയത്. എന്താണ് അതിൽ ഉൾക്കൊള്ളുന്നത്? മജ്മുഅത്തുൽ ഖസ്സാണ്. ഇനി സ്വീനാണ്. സ്വീൻ എന്തായിട്ടാണ്? മുത്തക്കസ്സിറ, സി മുത്തക്കസ്സിറ. അൽ അജ്നിഹത്തുൽ മുത്തക്കസ്സിറ എന്നാണ് ഓർമ്മ വരേണ്ടത്. 1912 1908 കഴിഞ്ഞാൽ പിന്നെ 12 ഏതാണ് അതിൽ ഉൾക്കൊള്ളുന്നത്? റിവായയാണ്.
അജ്നിഹത്തുൽ മുത്തക്കസ്സിറയിൽ എന്താണ്, നോവലുകളാണ് ഉൾക്കൊള്ളുന്നത്. പിന്നീട് ദാൽ ഓർമ്മ വരണം, അൽ മസ്വദിലെ ദമഅ ബിത്തിസാമയാണ്, 1914 പുറത്തിറങ്ങുന്നത്. എന്താണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്? മക്കാലാത്തുകളാണ്, അദ്ദേഹത്തിൻ്റെ ജുബ്രാൻ ഖലീൽ ജുബ്രാൻ്റെ മക്കാലാത്തുകളാണ്. അപ്പോൾ അൽ അർവാഹുൽ മുത്തമരിദ, അജ്നിഹത്തുൽ മുത്തക്കസ്സിറ, ദമഅ ബിത്തിസാമ എന്ന് ഓർമ്മ വേണം. ഇനി അടുത്തത് എന്താണ്? ജമഅയാണ്. ജീം എന്തിനെ സൂചിപ്പിക്കുന്നു? അൽ മജ്നൂൻ, 1918 പുറത്തിറങ്ങിയ മജ്നൂൻ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇംഗ്ലീഷിലുള്ള രചനയാണ് മജ്നൂൻ, 1918. പിന്നീട് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗ്രന്ഥമാണ് അൽ മവാക്കിബ്, ജമഅയിലെ മീമ്, മവാക്കിബ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഖസീദയാണ്, ഖസീദ ഷിഅരിയായിട്ടുള്ള രചനയാണ്, 1919 അത് പുറത്തിറങ്ങുന്നത്. പിന്നീട് ഐനാണ് അൽ അവാസിഫ്, 1920 പുറത്തിറങ്ങിയ അൽ അവാസിഫ് എന്ന് പറയുന്ന ഗ്രന്ഥം. അത് മജ്മുഅത്തു മിൻ മക്കാലാത്ത്, മക്കാലകളുടെ ഒരു കൂട്ടാണ് എന്നുകൂടി മനസ്സിലാക്കണം. അപ്പോൾ മാൽ മസദി കിട്ടി, ജമഅയും കിട്ടി, ജുബ്രാൻ തന്നെ. ഇനി സുംബുരിയാത്താണ്. സുംബുരിയാത്ത് ഓരോ അക്ഷരവും നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. സീന് സാബിഖാണ്, 1920 പുറത്തിറങ്ങിയ സാബിഖ്. പിന്നെ നൂന് അന്നബിയാണ്, 1923 പുറത്തിറങ്ങിയ നബി. പിന്നെ ബ ആണ് അൽ ബദാഇഉ വത്തറായിഫ്, 1923 പുറത്തിറങ്ങിയത്. പിന്നെ റാ ആണ് റംലു വസ്സബ്ദ്, 1926 പുറത്തിറങ്ങിയത്. പിന്നീട് യ ആണ് യസൂഖുബ്നു അൽ ഇൻസാൻ, 1928 പുറത്തിറങ്ങിയത്. പിന്നെ അലിഫാണ്, യാ കഴിഞ്ഞ പിന്നെ അലിഫാണ് ആലിഹത്തുൽ അർളാണ്, അത് 1931 ലാസ്റ്റത്തെ അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് അവസാനമായി ഇറങ്ങിയത് ആലിഹത്തുൽ അർളാണ്. ഇനി അദ്ദേഹത്തിൻ്റെ മരണശേഷം പുറത്തിറങ്ങിയതാണ്. അപ്പോൾ തീയാണ് അല്ലേ, സുംബുരിയ തീ, ത ആണ്, ത ഇ, 1932 മരണശേഷം പുറത്തിറങ്ങിയ ഗ്രന്ഥം. പിന്നീട് എന്താണ് അൽ ഹദീഖ, ഹദീഖത്തുൻ നബി, 1933 പുറത്തിറങ്ങിയ ഗ്രന്ഥം. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. മഅൽ മസദി ജമഅ സുംബുരിയ ജമഅ ജുബ്രാനു സുംബുരിയാത്തിൽ ഹദീഖത്തി. ഒരു ദിവസം ജിബ്രാൻ തോട്ടത്തിൽ പോയിട്ട് സുംബുരിയാത്ത് ഫലങ്ങൾ പറിച്ചെടുത്തിട്ട് മസദ് എന്ന് പറയുന്ന ആ ചരട് കൊണ്ട്, ഈത്തപ്പന നാര് കൊണ്ട് കെട്ടിയിട്ട് ഒരുമിച്ച് കൂട്ടി. ഇതാണ് എന്ത് കോഡ്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ഭാഗങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഇതുപോലെ ഇൻഷാ അല്ലാഹ് ഇനിയും നമ്മുടെ യൂട്യൂബ് ചാനൽ കാണാം. അസ്സലാമു അലൈക്കും. شكوت إلى وكيع سوء حفظي فأرشدني إلى ترك المعاصي وأخبرني بأن العلم نور ونور الله لا يهدى لعاصي.